മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരുടെ 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ശനിയുടെ സ്ഥിതി ഈ മാസം സ്ട്രോങ് ആയതിനാൽ കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും. ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും മറ്റും എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ശനി 10-ൽ നിൽക്കുന്നതിനാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ്. എങ്കിലും മാർച്ച് 29-ാം തീയതി ശനി 11-ാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് കരിയറിൽ ചില അനുകൂല പരിവർത്തനങ്ങളും മറ്റും കാണാൻ സാധിക്കുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ അനുകൂലമായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ്. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിൽ വിജയിക്കുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഭാഗ്യസ്ഥാനാധിപൻ ശനി കർമ്മസ്ഥാനത്ത് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും. ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും. വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വളരെ നല്ലതായിരിക്കും. ബുധന് നീചഭംഗ രാജയോഗം ഉണ്ടാകുന്നതും 5-ൽ ബുധൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നതും ഇവിടെ നിൽക്കുന്ന കേതുവിൻ്റെ പ്രതികൂല ഫലങ്ങളെ ന്യൂട്രൽ ആക്കുന്നതായിരിക്കും. പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ ഈഗോ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ പാച്ചപ്പാകുന്നതും ആയിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതും 7-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും കാരണം ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും. നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും. അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. ആരോഗ്യസ്ഥാനമായ 1-ാം ഭാവത്തിൻ്റെയും രോഗസ്ഥാനമായ 6-ാം ഭാവത്തിൻ്റെയും അധിപൻ ശുക്രനാണ്. ശുക്രൻ്റെ പൊസിഷൻ ഈ മാസം വളരെ നല്ലതായിരിക്കും. അതിനാൽ ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതാണ് ഇടവം രാശിക്കാരുടെ ഈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.